ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് നമ്മൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് കുറച്ച് ടൂറിസ്റ്റ് ബസ് മോഡുകളാണ്. അതായത് ടോപ്പ് 5 എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടൂറിസ്റ്റ് ബസ് മോഡുകളാണ്. നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കൊമ്പൻ, അതേപോലെ തന്നെ 1S, ജയ്ഗുരു, അങ്ങനെ കുറച്ച് അഞ്ച് ടൂറിസ്റ്റ് ബസ് മോഡുകളാണ് കാണിച്ചു തരുന്നത്. അത് എവിടെ നിന്ന് കിട്ടാമെന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും നമ്മുടെ ബസ് മിനായിട്ട് ഇൻഡോനേഷ്യയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി, നമ്മുടെ അനീഴം ഹോളിഡേയ്സിൻ്റെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ അതിന് കുറേ എണ്ണമൊക്കെ നമ്മളെ ഈ ഒരു ആപ്പിലുണ്ട്. അതായത് ഈ ഒരു ആപ്പിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാണ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ച് പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അടുത്ത വണ്ടി ഏതാ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ 1Sൻ്റെ വണ്ടിയാണ്. 1Sൻ്റെ ദശാവതാറാണ് ഈ വണ്ടിയുടെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ലൈറ്റ് ഇടുമ്പോൾ ഈ ഒരു സെറ്റപ്പിലേക്ക് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി. ലൈറ്റ് പുറത്തത്തെ ലൈറ്റൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും. ഞാൻ ജസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്ത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി, നമ്മുടെ 1Sൻ്റെ ദശാവതാർ. അത്യാവശ്യം ലൈറ്റ് സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഏതാ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി, നമ്മുടെ കൊമ്പൻ്റെ വണ്ടിയാണ്. യോദ്ധാവ് എന്നാണ് വണ്ടിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പുറത്തത്തെ ലൈറ്റ് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലായിരിക്കും. നമ്മുടെ നോർമൽ ഇൻറ്റീരിയർ പോലെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. പുറത്തുനിന്നുള്ള ലുക്കൊന്ന് കാണിച്ചു തരാം ഓടിക്കുമ്പോൾ. ഇത് നമ്മൾ കേരള ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ കേരളത്തിലെ കുറേ വണ്ടികളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ വണ്ടി ഏതാ നോക്കാം. നമ്മുടെ നാലാമത്തെ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ബസ്, നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിൻ എന്ന് പറഞ്ഞ ബസ്സാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അതേപോലെ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. പുറത്തത്തെ ലൈറ്റ് ഈ ഒരു രീതിയിലാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ലൈറ്റ് കാണിച്ചു തരാം. ഇൻറ്റീരിയറിൽ ഈ ഒരു രീതിയിലായിരിക്കും ലൈറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മുടെ ഈ വീഡിയോയിലത്തെ ലാസ്റ്റത്തെ ബസ് ഞാൻ കാണിച്ചു തരാം, അഞ്ചാമത്തെ ബസ്. അതോടൊപ്പം തന്നെ ഈ വണ്ടികളൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെന്നും അതിൻ്റെ ഒപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്ന് വരുന്നത്. അത്യാവശ്യം അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് ലൈറ്റൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലത്തെ ലാസ്റ്റത്തെ വണ്ടി ഏതാ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വണ്ടി, നമ്മുടെ ലണ്ടൻ്റെ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ കളറും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ 5 വണ്ടികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലണ്ടൻ ബസ് ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ബസ് മോഡുകളൊക്കെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സെഡോൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് എന്ന് പറഞ്ഞാണ് ഈ ഒരു ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അടിയിലൂടെ ലോഡിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ലോഡാവും. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു യെല്ലോ കളർ ആരോ ബട്ടൺ കാണാം. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇതിലുള്ള ബസ്സുകൾ ഇഷ്ടംപോലെ കാണാം. അപ്പോൾ അടിയിലത്തെ ആരോ ബട്ടൺസ് അമർത്തി ഇങ്ങനെ നമുക്ക് ഇതിലുള്ള ബാക്കി ബസ്സുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ബസ് ബിലാറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലണ്ടൻ്റെ ബസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ മോഡുകളുണ്ട്. അവിടെ വിത്ത് ക്രാഷ് ഗാർഡ്, വിത്തൗട്ട് ക്രാഷ് ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിത്ത് ക്രാഷ് ഗാർഡ് എന്ന് പറഞ്ഞത് എടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ആഡ് ക്ലോസ് ചെയ്ത് കളയുക. അത് ജസ്റ്റ് ആ ഒരു ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടിയിൽ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലായിരിക്കും എത്തുക. അതേ മീഡിയ ഫയൽ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ, ഏകദേശം 100 MB അടുത്തുണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ലിവറിയും കൂടി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ലണ്ടൻ്റെ ലിവറിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ ആഡൊക്കെ ഇടയിൽ ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കും. PNG ക്ലിക്ക് ചെയ്യുക. അടിയിൽ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും എത്തുക. അപ്പോൾ ഇതേ നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം മുകളിൽ ഡൗൺലോഡ് ബട്ടൺ കാണുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫയൽ വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെഡോൺ V2 എന്നാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ് ഫയലിൻ്റെ പേര്. അപ്പോൾ ആ പേര് ഓർത്തതിന് ശേഷം നമ്മളത് നമ്മുടെ ഫയൽസിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഫയൽസ് എടുത്തതിന് ശേഷം സെഡോൺ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ സെഡോൺ V2 ആണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് എടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് സൈഡ് എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ലിവറി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ബസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലിവറിയുടെ ബട്ടൺ എടുക്കുക.
അതിനുശേഷം സൈഡിൽ ബ്ലൗസ് ലിവറി കൊടുക്കുക. അതിനുശേഷം ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ ലിവറി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലണ്ടൻ ബസ്സിൻ്റെ ലിവറിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ സൈഡിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം, അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആഡ് ലോഡായിട്ട് വരും. അതിനുശേഷം ആഡ് കണ്ടാൽ മതി.